ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സാഗരം തോറ്റുപോകുന്ന, കടല് തോറ്റുപോകുന്ന കർത്താവിൻ്റെ കരുണയെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സാം 103 വേഴ്സസ് 8 to 11. ഒരല്പം ദൈർഘ്യമുള്ള ഭാഗം, 4 വാക്യങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് കേട്ട് ധ്യാനിക്കാം. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ തൻ്റെ കരുണയാലെ അകറ്റി നിർത്തുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറയാം. As far as the east is from the west, so far he removes our transgressions from us. സങ്കീർത്തകൻ കർത്താവിൻ്റെ അനന്ത കരുണയെ വാഴ്ത്തുകയാണ്. നമ്മൾ പാടി പ്രാർത്ഥിച്ചതും അതുതന്നെ. എൻ്റെ ഇരുട്ടിൻ്റെ അനുഭവങ്ങളിലേക്ക് പ്രകാശം വീശുന്ന നീതി സൂര്യ, എൻ്റെ വരണ്ട അനുഭവങ്ങളിലേക്ക് മഴയായി പെയ്തിറങ്ങുന്ന കാരുണ്യമേ, സാഗരം പോലും തോൽക്കുന്ന കരുണയ്ക്ക് സാക്ഷിയാകാൻ എന്നെ ഒരുക്കുന്ന സ്നേഹമേ, നിനക്കാരാധന. കർത്താവ് നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നത് ഭാഗം ഭാഗമായി അല്ല, മറിച്ച് പൂർണ്ണമായി. കർത്താവിൻ്റെ കരുണ അനുഭവിക്കുന്നവർക്ക് അതൊരു താൽക്കാലിക ആശ്വാസമല്ല, അത് വലിയ വിടുതലാണ്. കർത്താവ് നമ്മുടെ പാപത്തിൻ്റെ കണക്ക് സൂക്ഷിച്ചു വെക്കുന്നില്ല എന്നോർക്കണേ. എപ്പോൾ കർത്താവിൻ്റെ കരുണ തേടാൻ നമ്മൾ ശ്രമിക്കുന്നു, ആ നേരത്ത്
നമ്മുടെ പാപങ്ങൾ സംഭവിച്ചിട്ടില്ലാത്തവണ്ണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവൻ മായ്ച്ചു കളയും. കിഴക്കും പടിഞ്ഞാറും എന്ന പോലെ നമ്മുടെ ജീവിതത്തെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും കർത്താവ്. ഈ നോമ്പുകാലം നമുക്ക് ലഭിക്കേണ്ടത് ഇത്തരമൊരു വിടുതലിൻ്റെ സൗഖ്യത്തിൻ്റെ അനുഭവമാണ്. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾ വേട്ടപ്പട്ടിയെപ്പോലെ നമ്മുടെ പിറകെ വരുമ്പോൾ, അതിൻ്റെ ഓർമ്മകൾ നമ്മെ വേട്ടയാടുമ്പോൾ, കുറ്റബോധത്തിൽ നമ്മൾ നീറുമ്പോൾ, കർത്താവിൻ്റെ കരുണയാണ് ആ കുറ്റബോധത്തിൽ നിന്ന്, പാപത്തിൻ്റെ വേട്ടയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. കർത്താവിൻ്റെ ആ ക്ഷമയെ, കർത്താവിൻ്റെ കരുണയെ നമുക്കിന്ന് ധ്യാനിക്കാം. ആകാശം പോലെ വിശാലമായ, കടല് പോലെ പരന്ന കർത്താവിൻ്റെ കാരുണ്യം അനുഭവിക്കാൻ നമുക്കൊരുങ്ങുകയും ചെയ്യാം. വിശുദ്ധ അൽഫോൺസ് ലിഗോറി പറയുന്നുണ്ട്, ഗോഡ് forgives not in part but completely. God forgives not in part but completely. ഭാഗം ഭാഗമായി അല്ല, മറിച്ച് പൂർണ്ണമായും പൊറുക്കുന്ന കർത്താവിൻ്റെ കാരുണ്യം. പ്രത്യേകിച്ച് പൂർവകാലത്തിൻ്റെ മുറിവുകളെ കർത്താവിൻ്റെ കരുണ സുഖപ്പെടുത്താൻ നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, നിന്റെ കരുണയെ ഞങ്ങൾ ഏറ്റുപറയും. പൂർവകാലത്തിൻ്റെ പാപഭാരങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. നിന്റെ കരുണയിൽ ഞങ്ങൾ നടക്കട്ടെ. നിന്റെ ക്ഷമയിൽ ഞങ്ങൾ ആനന്ദം കണ്ടെത്തട്ടെ. ഈശോയെ, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഏവരെയും തിരുമുമ്പാകെ ഭരമേൽപ്പിക്കുന്നു. ഈ നോമ്പുകാലം എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ വിടുതലിൻ്റെ കാലമാകട്ടെ. ഈശോ, ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.